പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുമ്പോൾ മുങ്ങിത്താഴുന്നത് കർഷകന്റെ പ്രതീക്ഷകളാണ്. പെരിയാറിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ. ആയിരക്കണക്കിന് മീനുകളാണ് ഇന്നലെ വൈകിട്ട് മുതൽ പുഴയിൽ ചത്തുപൊങ്ങിയത്. ചേരാനെല്ലൂർ ഭാഗത്തെ മത്സ്യ കർഷകർക്കും ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് പലർക്കും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ ശക്തമായ മഴ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ 3 ഷട്ടറുകൾ ഉയർത്തി മലിനജലം വ്യാപകമായി പുഴയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് പ്രദേശത്തെ മീനുകളെല്ലാം തന്നെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. മഴയ്ക്കൊപ്പം വിഷം വമിച്ച മലിനജലം പുഴയിലേക്ക് ഒഴുക്കിയതോടെ പുഴയുടെ നിറം തന്നെ മാറി. 2 സൈഡിലെയും നിറങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം. സമീപത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം തന്നെയാണ് ഈ പുഴയിലേക്ക് ഒഴുക്കിയതെന്ന ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. മീനുകളെല്ലാം ചത്തുപൊങ്ങിയത് കൂട്ടമായിട്ട് സമീപത്തെ ഫാക്ടറികളിലെ രാസമാലിന്യമാണ് എന്ന് തന്നെ പ്രദേശത്തെ ജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്നു. മിനിയാന്ന് രാത്രിയിൽ മഴയത്ത് വ്യവസായ മാലിന്യം പുഴയിലേക്ക് ഭീകരമായ രീതിയിൽ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റെഗുലേറ്റർ കമ്പീഷൻ്റെ ഷട്ടർ തുറക്കുമെന്നും അവർക്കറിയാം. ഇന്നലെ രാവിലെ മുതൽ തന്നെ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് മുകളിലേക്ക് പൊങ്ങ് നമ്മൾ PCBനെ വിവരം അറിയിച്ചിരുന്നു. നേരിട്ട് പോയി കണ്ട് പരാതിയും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കും ചത്തുപൊങ്ങാൻ തുടങ്ങി. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടറുകളും വൈകുന്നേരമായപ്പോൾ 3 തുറന്നു. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കും വെള്ളം വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാപ്പുഴ, കോതാട് ഈ മേഖലകളിലൊക്കെ എല്ലാം മീനുകൾ ഒരുപാട് ചത്തുപൊങ്ങിയിട്ടുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയതാണ് ഈ ജലസമ്പത്ത്. ഈ ജലസമ്പത്തിനെ ആശ്രയിച്ചായിരുന്നു ഗ്രേഷ്യസിനെ പോലെയുള്ള നിരവധി കർഷകർ കൃഷി നടത്തിയത്. അവരുടെ കൃഷിയിടങ്ങളിലെ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊങ്ങിക്കിടക്കുന്നത്. കരിമീനുണ്ട്, കാളാഞ്ചിയുണ്ട്, അങ്ങനെ നിരവധി. കൂടാതെ കുഴുവയുൾപ്പെടെയുള്ള കായലിലെ മത്സ്യങ്ങളും ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം തേടിയാൽ ഉത്തരം ഒന്നേയുള്ളൂ: ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യം. ഒരു 13,000 കാളാഞ്ചി കുഞ്ഞാണ് നമ്മൾ ഇതിനകത്ത് ഇറക്കിയത്. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസംബറിൽ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കരിമീൻ ഏകദേശം ഒരു 10-15,000 കരിമീനുണ്ട്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച കരിമീൻ മാത്രമേ ചത്തു പൊങ്ങിയിട്ടുള്ളൂ. പക്ഷെ വല പൊക്കി കഴിഞ്ഞപ്പോഴേക്കും അടിയിൽ ഈ മൊത്തം കാളാഞ്ചി എന്ന് വെച്ചാൽ ഈ കൂട്ടിലുണ്ടായിരുന്ന മൊത്തം മീൻ ചത്ത് കിടക്കുന്ന അവസ്ഥയിൽ നമ്മളിവിടെ കാണുന്നത്. കൂട് കൃഷി മാത്രമല്ല, നമ്മുടെ മത്സ്യസമ്പത്ത് തന്നെ ഫുൾ നശിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇവിടെ 3 വല അല്ലാതെ തന്നെ ഉണ്ട്. നമുക്ക് അല്ലാതെ തന്നെ നമുക്കിവിടെ മീൻ കിട്ടാറില്ല. പക്ഷേ ഇപ്പം ഇത്രയും ചത്തു പൊങ്ങിയപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്ത് ഒന്നുമില്ല. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളിയ ഈ മാലിന്യം പെരിയാറിനെ ആകെ തളർത്തിയിരിക്കുകയാണ്. പെരിയാർ ഇപ്പോൾ നിർജീവമാണ്. ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഇതോടുകൂടി ഇല്ലാതായത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരുപാട് നഷ്ടം സംഭവിച്ച മത്സ്യകർഷകൻ ഗ്രേഷ്യസും അവിടുത്തെ വാർഡ് മെമ്പറായ ഷിമ്മി ഫ്രാൻസിസും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗ്രേഷ്യസ്, വലിയ നഷ്ടമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിങ്ങളുടെ നിരാശ എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഈ രംഗത്തെയുള്ള അനുഭവം കൊണ്ട് ഇത് ഈ വിഷം നദിയിൽ കലർന്നത് തന്നെയാണ് എന്ന് ഉറപ്പാണോ? അങ്ങനെയെങ്കിൽ എന്തെങ്കിലും നടപടികൾക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇതിപ്പോൾ നിലവിൽ ഇവിടുന്ന് നമ്മുടെ ബണ്ട് തുറന്നു വിട്ടിട്ട് രാസമാലിന്യം വെള്ളത്തിൽ കലർന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഇത്രയും മത്സ്യസമ്പത്ത് നമ്മുടെ നശിക്കാനുള്ള കാരണം. പിന്നെ ഇപ്പോൾ കൂടുകളിലും മാത്രമല്ല, പുഴയുടെ പുറത്തും ഈ കൂട് കേജിൻ്റെ പുറത്തുള്ള മത്സ്യങ്ങൾ ഒരുപാട് ചത്തു പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കടമക്കുടി പുഴയല്ല, അതുപോലെ തന്നെ നമ്മുടെ വീരമ്പുഴ അവിടം വരെയും ബോൾഗാട്ടി ഭാഗത്ത് വരെയും ഈ മത്സ്യസമ്പത്തുകൾ ഒരുപാട് നാശം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം എത്ര രൂപയുടെ ഒരു നഷ്ടം കണക്കാക്കുന്നു? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ നിങ്ങൾ കൃഷി എന്ന നിലയിൽ കരുതിയത് എല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ടല്ലോ. എത്ര രൂപയുടെ നഷ്ടമായിട്ടുണ്ടാവും? അതെ, ഇതിപ്പോൾ ഏകദേശം എനിക്ക് ഫീഡടക്കം ഏകദേശം ഒരു 14-15 ലക്ഷം രൂപ നഷ്ടം എനിക്ക് ഏകദേശം സംഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓരോ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല, ഇതിപ്പം
അങ്ങനെ സാധ്യത ഇപ്പം നിലവിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ CMFRA വന്ന് ഇവിടുത്തെ സാമ്പിളുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ശരി, ഞാൻ ശ്രീ ഷിമ്മി, ഇപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഗ്രേഷ്യസിൻ്റെ കാര്യമാണ് നമ്മൾ കണ്ടത്. മറ്റേതെങ്കിലും കർഷകർക്ക് ഇതേ ദുരിതസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? ഇത് നേരത്തെയും ഇതുപോലെ ഈ മഴക്കാലത്തിന് മുന്നോടിയായി ഇങ്ങനെ ഈ തുറന്നു വിടുമ്പോൾ വിഷം വരികയും ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സ്ഥിതികൾ നിങ്ങളുടെ അനുഭവത്തിൽ വേറെയുണ്ടോ? ഒരു 3 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് യുവകർഷകർ നമ്മുടെ ഈ മേഖലയിലേക്ക് വന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഈ ഒരു 3 വർഷം ഉണ്ടായിരുന്നത്. ഇടയ്ക്കൊക്കെ ഇത്തിരി എഫക്റ്റഡ് ആയത് അത് പൂർണ്ണമായി ഇതുപോലെ വലിയ തോതിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. കാരണം അത്രയേറെ മത്സ്യങ്ങളാണ് ചത്തേക്കുന്നത്. എന്തോരം പൈസ വായ്പ എടുത്തിട്ടും ഒക്കെയാണ്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ആളാണ് ഗ്രാറ്റസ്. ഞാൻ രാവിലെ തന്നെ ഇത് MLA വിളിച്ചു പറഞ്ഞു, ഒരു കർശന നടപടികൾ ഇതിൽ സ്വീകരിക്കണം. കാരണം റെഗുലേറ്ററി കം ബ്രിഡ്ജിൻ്റെ ഓപ്പണിംഗ് ചെയ്യുന്നത് ജലസേചന വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്. ഇത്രയും വിഷയങ്ങൾ, ഇത്രയും മത്സ്യ കർഷകർ ഇവിടെ ഇന്ന് വ്യാപകമായിട്ട് കൃഷി ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കണമായിരുന്നു. ആ ഇൻഫർമേഷൻ ഇതുവരെ നൽകിയില്ല എന്നതാണ് ഇതിലുള്ള വസ്തുത. മാത്രവുമല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനകൾ തന്നെ കമ്പനികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അവരൊന്നും യാതൊരുവിധ പ്രവർത്തനവും ഈ മേഖലയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്നില്ല. അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുഴയിലേക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ ഏതെങ്കിലും ഫ്ലാറ്റുകളുടെയോ ഏതെങ്കിലും ആശുപത്രികളുടെയോ ഏതെങ്കിലും കമ്പനികളുടെയോ പോക്കുടനെ അനുമതി ഇട്ട് പുഴയിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു വകുപ്പായി മാറി പൊല്യൂഷൻ ഇങ്ങനെ ഒരു നാടുണ്ടാകില്ല. നമുക്ക് ഇത്രയേറെ ജലസ്രോതസ്സുകളുണ്ട്, ഇത്രയധികം നദികൾ നമുക്കുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ഒരു ആ രീതിയിൽ പരാതികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ഈ പെരിയാറിനെ വിഷമയമാക്കുന്നത്? പ്രത്യേകിച്ച് എടയാർ, ഏലൂർ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങളാണ്. അവിടെ നിന്നും വരുന്ന കുഴലുകൾ പോലും പരിശോധിച്ച് ഒരു റിപ്പോർട്ട് നേടാൻ നാളെ ഇതുവരെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ. ഗ്രേഷ്യസ്, ഇപ്പോൾ 10-14 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു തരത്തിലും താങ്ങാൻ കഴിയുന്നതല്ല. എന്താണ് അടുത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഈ രംഗത്ത് തന്നെ തുടരാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടോ? അതിനുള്ള എന്തെങ്കിലും പിന്തുണ നമ്മുടെ സംവിധാനങ്ങൾ, ഇപ്പോൾ നേരത്തെ ശ്രീ ഷിമ്മി സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് നേരത്തെ ഒരു നിർദ്ദേശം നൽകേണ്ടതാണ്. ഇങ്ങനെ തുറന്നു വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകരുതലെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയുള്ള പാളിച്ചകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സർക്കാരിനെ സമീപിക്കാനോ ഒരു നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നഷ്ടപരിഹാരം ലഭിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ ഗ്രേഷ്യസ്? ഇതിപ്പോ മത്സ്യപ്രളയമാണ് ഉണ്ടായിരുന്നത്. മത്സ്യപ്രളയം, ആയിരങ്ങളല്ല. അദ്ദേഹത്തിന്റെ കൂട് കൃഷിയിൽ തന്നെ ഒരു ഇതിൽ തന്നെ 1000-ഓളം കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്. അപ്പോൾ 1000-അല്ല, അതിലേറെ മത്സ്യപ്രളയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഗൗരവമായിട്ട് സർക്കാർ തലത്തിൽ അത് MLA അവതരിപ്പിക്കും എന്നാണ് MLA പറഞ്ഞിട്ടുള്ളത്. MLA ഇന്ന് TJ വിനോദ് MLA ഇന്ന് പ്രത്യേകം ഈ സ്ഥലങ്ങൾ വന്ന് സന്ദർശിച്ചു. അദ്ദേഹം തിരക്കിനിടയിൽ നമ്മളിത് രാവിലെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം കളക്ടറെ വിളിച്ചു. കളക്ടർ ഇന്ന് അടിയന്തരമായിട്ട് അതിന് റിപ്പോർട്ട് തേടി നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിൽ മുഖ്യമന്ത്രിയുമായിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടും പ്രത്യേകിച്ചും ജലസേചന വകുപ്പിൻ്റെ ഈ റെഗുലേറ്ററി കമ്മിറ്റി ഷട്ടർ തുറക്കുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണം. അത് ഇതിൽ പാലിച്ചിട്ടില്ല, അത് നൽകിയിട്ടില്ല. ഇത്രയും കുരുതിയാണ്, കൂട്ടക്കുരുതി എന്ന് പറയും. അപ്പോൾ അതിലേക്ക് ശക്തമായ പരിപാടികൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉപജീവന മാർഗം നടത്തുന്നവരെ ഉൾപ്പെടുത്തി നമ്മൾ അവരെ കൊണ്ട് സെപ്പറേറ്റ് എല്ലാവരെ കൊണ്ടും ഓരോ പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ മുന്നിൽ ഉണ്ടാവും. ഈ ചേരാനല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ ജനപ്രതിനിധികളടക്കം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെയൊക്കെ വരാം. ഞാൻ കൂടിയായിരുന്നു ചോദിച്ചത്. ഗ്രേഷ്യസ് കേൾക്കാമെന്ന് കരുതുന്നു.
ഇപ്പോൾ ഞാൻ ആദ്യം ഗ്രേഷ്യസിനോട് ചോദിച്ചു, ഇപ്പോൾ 14 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പറഞ്ഞാൽ അതൊരു ഏത് സാധാരണക്കാരും അത് വലിയ തുകയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ. നിങ്ങൾക്ക് ഈ കൃഷിയിൽ തന്നെ ഇനി തുടരാൻ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഇപ്പോൾ ശ്രീ ഷിമ്മി സൂചിപ്പിച്ച പോലെ നിങ്ങളെ നേരത്തെ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു, അതിലുള്ള പാളിച്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം അധികൃതരുടെ ഭാഗത്തുനിന്ന് കിട്ടും എന്ന പ്രതീക്ഷയുണ്ടോ? ഗ്രേഷ്യസ് അടക്കം എത്ര പേരുണ്ട് ഈ ഒരു ദുരന്തത്തിലായവർ? ഇത് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോണ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം നിലവിൽ ആലോചിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള നമ്മുടെ നാശനഷ്ടം ഒരു വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ ഇനി അടുത്തൊരു കുഞ്ഞുങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപ ഇല്ലാതെ കുഞ്ഞുങ്ങൾ ഇറക്കാൻ പറ്റില്ല. അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഇനി കണ്ടെത്തേണ്ടത് ഇനി ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇങ്ങനൊരു വീഴ്ച ഇനി വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇത്തിരി നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനെന്നല്ല, എന്നോട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോൾ ചേരാനൊരു കോതാട്, അതുപോലെ തന്നെ മൂലമ്പള്ളി, പെഴല, നമ്മുടെ കടമക്കുടി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കർഷകരുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലോണും കാര്യങ്ങളും, അത് ഞാനുൾപ്പെടെ എല്ലാവരും ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് തുടർന്നുകൊണ്ട് പോയതാണ്. കഴിഞ്ഞ വർഷമെങ്കിലും എനിക്ക് ഏകദേശം ഇത്രയും ഇതുപോലെ വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ഡെയിലി ഒരു 100 എണ്ണം, ഒരു 50 എണ്ണം ആ ഒരു കൗണ്ടിൽ എനിക്ക് ഡെയിലി പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ചെറിയൊരു തൊഴിൽ, അതായത് ഇതുപോലെ മഴ തുടങ്ങുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ഈ ഒരു വർഷം ഇതുപോലെ ഹ്യൂജ് എമൗണ്ട് കാര്യങ്ങൾ ചെയ്തത് നമ്മ. ശരി, ശ്രീ ഷിമ്മി, ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചു അധികൃതരുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം കുറച്ചു പേരുടെയൊക്കെ ഒരു ക്രൈസിസ് ആണെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണവും നടപടിയും ഒക്കെ എടുത്ത് സമയബന്ധിതമായി ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയാണല്ലോ വേണ്ടത്. ഇത് എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടിയാൽ പോരാ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത്തരം വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. അത് ആരുടെ കുഴപ്പം കൊണ്ടാണെന്ന് അറിയില്ല, പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ വീഴ്ച സംഭവിക്കാതെ ഇപ്പോൾ ഗ്രേഷ്യസ് പറഞ്ഞ് ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യുവാക്കൾ എല്ലാം നാട് വിട്ടു പോകുന്നേ, അല്ലെങ്കിൽ അവർക്ക് കൃഷിയിലേക്ക് വരാൻ താല്പര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുമ്പോൾ ഈ ഗ്രേഷ്യസിനെ പോലുള്ള കുറേ പേരാണ് മറ്റ് കൃഷിയിലാണെങ്കിലും അല്ലെങ്കിൽ മത്സ്യകൃഷിയിലാണെങ്കിലും പശുവിനെ വളർത്തലും ഒക്കെ കുറച്ച് പേർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ മനം മടിപ്പിക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ ഒരു ദുരന്തത്തിന് ശേഷം ഉണ്ടായാൽ പിന്നെ ഗ്രേഷ്യസ് ഒന്നും ഈ പണിക്ക് നിൽക്കില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു സമയ ഡെഡ് ലൈനുള്ളിൽ ഈ ഒരു സാമ്പത്തിക സഹായമോ ഇതൊക്കെ ലഭ്യമാക്കാൻ നിങ്ങൾക്ക് പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും? പഞ്ചായത്തിന് പരിമിതികളുണ്ടാവുമെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും? അത് സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാളത്തെ പഞ്ചായത്ത് സ്പെഷ്യൽ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഈ വിഷയവും അതുപോലെ തന്നെ മറ്റ് 2-3 വിഷയങ്ങളൂടിയുണ്ട്. നാഷണൽ ഹൈവേയുടെ വിഷയവും കൂടി ചേർത്തിട്ടുള്ളൊരു അടിയന്തര കമ്മിറ്റി നാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രമേയം എടുത്ത് നമ്മൾ MLA വഴി അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും ജനപ്രതിനിധികളടങ്ങുന്നുള്ള നേതൃത്വത്തിൽ MLAയോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും വിഷയങ്ങൾ നേരിട്ട് പറഞ്ഞ് അതിനു വേണ്ടുന്ന എല്ലാവിധ എത്രയോ ഏതൊക്കെ വിധനയെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം വരെ അത് നേടിക്കൊടുക്കുന്നത് വരെ അവരോടൊപ്പം ഉണ്ടാവും. നമുക്കിനി ഇതിനുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ മീറ്റിംഗെല്ലാം MLAയുടെ നേതൃത്വത്തിലും മറ്റ് സമീപ പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഇതിനു വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടണമെന്നാണ് ജില്ലാ കളക്ടർ കളക്ടറോട് അഭ്യർത്ഥിക്കാൻ തന്നെ MLAയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നാടിൻ്റെയൊക്കെ വിഷയങ്ങൾ ഇടപെട്ട് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലും പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തില്ലാതായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറവും കൂടി ഇവിടെ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇന്ന് അവരോടൊപ്പം നിന്ന് ഈ വിഷയത്തിൽ ഇന്നലെ രാത്രി 10 മണി തുടങ്ങി ചേരാനിലുണ്ടായ വിഷയമാണ് ഇത്. അത് കയറി ഇന്ന് രാവിലെ കാണുന്ന കാഴ്ച വളരെ ദയനീയ കാഴ്ചയാണ്. അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇത് പറയാമോ എന്നറിയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്.
ഈ ചത്തുപൊങ്ങിയ മീനുകളൊന്നും കച്ചവട സ്ഥലങ്ങളിലേക്ക് എത്തില്ല, ആളുകളുടെ തീന്മേശയിലേക്ക് എത്തില്ല എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? കാരണം അങ്ങനെയും സാധ്യതകൾ നമ്മൾ നടക്കില്ല എന്ന് കരുതാം, പക്ഷേ അങ്ങനെയും ചത്ത കോഴികളെ വരെ വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ, അതിനെന്തെങ്കിലും മുൻകരുതൽ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ചത്തപോയ മീനിന്റെ കാര്യം ഇപ്പൊ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇവിടെ പലതും എന്താ പറയുന്നത്, നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന മീനാണ്. ആ മീൻ അതിനെ പിടിച്ചുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ മീനും കാര്യങ്ങളൊക്കെ തിങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാർക്കറ്റിൽ മീൻ കൂടുതലാണ്, എന്താണ് വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചാൽ എന്നെ പല ആൾക്കാരും വിളിച്ചായിരുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല മാർക്കറ്റിലോട്ട് ഇവിടെ നിന്ന് എടുക്കാൻ വിഷം കഴിച്ച് അല്ലേ, വിഷത്തിൽ ചത്ത മീനുകളെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നാണ്. അതായത് മനുഷ്യനെ കൊല്ലുന്ന ഒരു കണ്ടീഷനിലോട്ട് ആയി വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സാധനം എടുത്ത് ഇത് സെയിൽ ചെയ്യണത് ഭയങ്കര മോശമാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യരെ തന്നെ കൊല്ലണ ഒരു സമ്പ്രദായമാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ ഈ ഭക്ഷണം കഴിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇത് 2 ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന്. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ഷിമി. ഞാനത് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഗ്രേഷ്യസ് പറയുന്നു, അപ്പോൾ അതായത് ഈ പെരിയാറിൻ്റെ നദിക്കരയിൽ പലയിടത്തും പല വിപണന കേന്ദ്രങ്ങളിലും ഇതിനോടകം ഈ വിഷം കഴിച്ച് ചത്ത മീനുകൾ വന്നിട്ടുണ്ടാകും. അതിനി ആളുകളുടെ വയറ്റിലേക്കാണ് എത്തുന്നത്. ഇനി അടുത്ത ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുമോ? ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ ഒരു വിപണനം തന്നെ കുറേ ഭാഗത്ത് നടന്നു എന്നുള്ളത് കറക്റ്റ് സത്യമാണ്. ആ കാര്യം പറയുന്നത് ചെട്ടിയഭാഗം സമീപത്തുള്ള മാർക്കറ്റിൽ ഇന്നലെ എത്തിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാർക്കറ്റിലെല്ലാം ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെയിലുകൾ നിർത്തിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെട്ടിയാവ് മാർക്കറ്റ് അതായത് വരാപ്പുഴ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. മാത്രവുമല്ല, അതായത് ഇവിടെ ഒരു കൊക്ക് പോലും ഈ മീൻ തിന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതുങ്ങൾക്ക് പോലും വേണ്ട, അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് കാണണം, അവരെ സഹായിക്കണം. യുവകർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ഏകദേശം ഒരു 10-20 പേരുടെ ലിസ്റ്റ് തന്നെയുണ്ട്. ഞങ്ങൾ ഒരു NOCക്ക് വന്നാൽ വെച്ച് താമസിപ്പിക്കാറില്ല. ഞങ്ങൾ മത്സ്യ മേഖലയിൽ ഒരുപാട് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു തടസ്സമില്ലാതെ NOC. ശ്രീ ഷിമി, ഇപ്പം നമ്മൾ ദുരന്താവസ്ഥയെക്കുറിച്ചാണ് ഈ ചർച്ച. ഇത് വന്നപ്പോൾ ഈ മീനുകൾ ആളുകളുടെ തീന്മേശയിലേക്ക് എത്തിയപ്പോൾ ഗ്രേഷ്യസ് ഒക്കെ പറഞ്ഞ പലയിടത്തും മീനുകൾ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ പെരിയാറിൻ്റെ നദിക്കരയിൽ എറണാകുളം, തൃശ്ശൂർ, ഇപ്പോൾ ഏതൊക്കെ സ്ഥലത്തേക്ക് ഈ മീൻ എത്തിയിട്ടുണ്ടാവുന്ന അറിയില്ല. ഇത് കഴുകിയെടുത്ത് ഫ്രീസറിൽ വെച്ച് കൊണ്ടുപോയാൽ ആരറിയാനാണ്? അപ്പോൾ ആര് ചത്താലും വേണ്ടില്ല, എൻ്റെ ഗീഷ നിറയണം എന്ന് കരുതുന്ന കുറേ മനുഷ്യർ ഉണ്ട്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നിങ്ങൾ ആളുകളെ അറിയിച്ച എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതെ, ഫുഡ് സേഫ്റ്റി വിഭാഗത്തെ അറിയിച്ചോ? എന്തെങ്കിലും ഒരു പരിശോധനകൾ നടത്താൻ പറഞ്ഞിട്ടുണ്ടോ? അറിയിച്ചു. നമ്മൾ കളക്ടർ വഴിയായിട്ട് അത് ഇൻഫോം ചെയ്തു. അതിനനുസരിച്ച് അതിൻ്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നു, വരാപ്പുഴ മാർക്കറ്റിലുണ്ടായി എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സമീപ മാർക്കറ്റായ വരാപ്പുഴ, അതേപോലെ തന്നെ നമ്മുടെ എറണാകുളം, കലൂര്, അങ്ങനെയുള്ള മറ്റ് ഔട്ട്ലെറ്റുകൾ തന്നെ ഇത് പരിശോധന നടത്തണമെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം മീൻ ഇങ്ങനെ കരിമീൻ അങ്ങനെയുള്ള മത്സ്യങ്ങൾ അധികമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറയും. 200-300 രൂപ വരെ റേറ്റ് ആവും ഇതിന്. അപ്പോൾ ആളുകൾ ചാടി വീഴും. മീനിന് റേറ്റ് കുറഞ്ഞേക്കണോണ്ട് ഇത്രയും വില കുറവിന് സാധനം കിട്ടുകയാണ്. അപ്പോൾ ആളുകൾ അതുമ്മ വീഴുവാൻ ചില ഇപ്പോഴത്തെ ജനങ്ങളുടെ കയ്യിലുള്ള വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുസരിച്ച് അവരത് വാങ്ങിക്കും. റേറ്റ് അത്രയും കുറവാണ്. 600-500 കലൂരും എറണാകുളത്തും ആലുവയിലും ഒക്കെ പലരും 200 രൂപയ്ക്കൊക്കെ കരിമീനും അല്ലേ ഈ കാളാഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അതെ. അപ്പോൾ പ്രിയ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായ സ്ഥലമൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾ ഈ ഏരിയയിൽ നിന്നുള്ള മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ
പറഞ്ഞോളൂ. ഈ ഏരിയയിൽ നിന്ന് മാത്രമല്ല, ഇത് ഹൈലി പോയിസൺ ആയിട്ടുള്ള സാധനമാണ് ഈ വിട്ടേക്കണത്. അതായത് ഈ എടയാർ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇപ്പം ഏകദേശം നമ്മുടെ വീരമ്പുഴ, അതായത് ബോൾഗാട്ടി ഭാഗത്തുള്ള പുഴയിൽ അവിടെ കംപ്ലീറ്റ് അവിടം വരെയും ചെല്ലണം മത്സ്യങ്ങൾ കംപ്ലീറ്റ് ചത്തു പൊങ്ങിയേക്കണാണ്. അപ്പൊ ഇതിന്റെ പവർ എന്താന്നുള്ളത് നമുക്ക് ആലോചിക്കാനുള്ളൂ. മനുഷ്യനെ തീറ്റിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ചിലർ കൂടി ഉണ്ടല്ലോ നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം വന്ന മത്സ്യകർഷകരുടെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാനിരുന്ന അവസാനം നമ്മുടെ വയറ്റിലെത്തുന്ന മീൻ ഈ വിഷമാണോ എത്തുന്നതെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടു, നിങ്ങളത് തുറന്നു പറഞ്ഞത് നന്നായി. ഈ എറണാകുളവും തൃശ്ശൂരും അടക്കം ഇതിപ്പോ എവിടേക്ക് എത്തുന്നുകൂടി അല്ലേ ഗ്രേഷ്യസ്? ഇത് കയറ്റി വിടാം അല്ലേ? കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ഈ മീൻ എത്താം. ഞങ്ങളുടെ അതെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇന്നലെ തന്നെ എല്ലായിടത്തും ഞങ്ങൾ പ്രചരിപ്പിച്ചു, ഈ മീൻ ഇനി നിങ്ങൾ ആരും കഴിക്കരുത്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, പെരിയാറിൽ ഇങ്ങനെ രാസമാലിന്യം ഒഴുക്കി. ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഈ വിഷയം. ഇന്നിപ്പോ വേറെ വെള്ളത്തിന്റെ ഒരു വ്യത്യാസം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് CMF അവര് ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ വെള്ളം മഴയും കൂടി പെയ്ത് ഉച്ചക്ക് മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം വെള്ളത്തിന് വ്യത്യാസം വന്ന് അത്യാവശ്യം pH ലെവലും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് ഇപ്പോൾ വലിയ വ്യത്യാസം കുഴപ്പമില്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ നോക്കിയപ്പോഴേക്കും പുഴയുടെ അരികത്തും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് കരിമീൻ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പക്ഷെ അതും അത്ര അങ്ങോട്ട് പക്കയായി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് വേലിയിറക്ക സമയത്താണ് വിട്ടിരിക്കുന്നത്. ശരി ഗ്രേഷ്യസ് ശ്രീ ഷിമ്മി, സമയം അവസാനിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കുണ്ടായ വലിയ നഷ്ടം, അതിനെങ്ങനെ പരിഹരിക്കാമെന്ന് കൂടിയാണ് നമ്മൾ ആലോചിച്ചത്. അതിനിടയിലാണ് ഈ വിഷ മീനുകൾ നമ്മുടെ തീരമേശയിലേക്ക് തന്നെ എത്തി. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ആര് ചത്താലും എൻ്റെ കീശ നിറയണമെന്ന് കരുതുന്ന കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം അത് തുടരും. അപ്പോൾ ഈ പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകൾ ഇന്ന് എറണാകുളത്തും തൃശ്ശൂരും ആലുവയിലും പലയിടങ്ങളിലും എത്തിയിട്ടുണ്ടാവും. കുറഞ്ഞ വിലയ്ക്ക് മീൻ എവിടെ നിന്ന് വാങ്ങി എന്ന് പ്രേക്ഷകർ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതൊരു പക്ഷേ ഈ വിഷമീനുകളാകാം, ഉറപ്പല്ല കേട്ടോ, ഇതൊരു സാധ്യതയാണ്. അങ്ങനെ ഒരു അപകട സാധ്യതയുടെ മുന്നറിയിപ്പ് തരുന്നുവെന്ന് മാത്രം കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വളരെ നന്ദി ഗ്രേഷ്യസ്. ഒപ്പം ശ്രീ ഷിമ്മി, ഗ്രേഷ്യസിൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വളരെ നന്ദി, ഇരുവരും വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പെരിയാറിലെ മത്സ്യം വിഷമാണ്, 2 ദിവസമെങ്കിലും ശ്രദ്ധിക്കുക.